ഈ പരാതിപ്പെട്ട ആൾക്ക് നേരെയാണ് അറ്റാക്ക് വരുന്നത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. എന്റെ പ്രശ്നം ഞാൻ മാന്യമായിട്ടല്ല വസ്ത്രം ധരിച്ചതെന്നും പറഞ്ഞിട്ടാണ് എനിക്കുള്ള അറ്റാക്ക് ഉണ്ടായത്. പരാതി കൊടുത്തതിന്റെ തലേദിവസം വരെയും ഞാൻ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ല, ഈ വ്യക്തിയിൽ നിന്ന് പോലും ഞാൻ എന്റെ കൊളീഗ്സ് ഒക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭീകരമാണ്, ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം. ചെമ്മണ്ണൂരിനെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്തി പുറകെ നടന്ന് ശല്യപ്പെടുത്തിയതിന് BNS-ലെ 78-ാം വകുപ്പ് കൂടിയാണ് ഉൾപ്പെടുത്തിയത്. രാഗിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. രാഗിൻ, പുതിയ ഈ വകുപ്പ് ചേർക്കൽ, ആ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് ഇനി പരാതി എടുത്ത സാഹചര്യത്തിലുള്ള നടപടിക്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ഹണി റോസ് നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ എടുത്ത കേസിൽ നടപടികൾ കടുപ്പിക്കുകയാണ് പോലീസ്. ഒരു വകുപ്പ് കൂടിയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. BNS സെക്ഷൻ 78 ചുമത്തിയിരിക്കുന്നത്. അതായത് ഈ പരാതിയിൽ പിറകെ നടന്ന് ശല്യപ്പെടുത്തി തുടരെ ഇത്തരത്തിലുള്ള റിപ്പീറ്റഡ് ഒഫൻസ് ഉണ്ടായി എന്ന കാര്യം പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ 164 നടി കൊടുത്ത 164 പോലീസ് കോടതിയിൽ നിന്ന് ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഈ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. നേരത്തെ 3 വകുപ്പുകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരുന്നത്. ഒന്ന് BNS സെക്ഷൻ 75 സബ്സെക്ഷൻ 1, 4. അതോടൊപ്പം തന്നെ IT ആക്ടിലെ സെക്ഷൻ 67, അതായത് ലൈംഗിക അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന വകുപ്പുകളാണ് 75 നിഷ്കർഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 67 എന്ന് പറയുന്നത് അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇത്രയും വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് തന്നെയായിരുന്നു അത്. റിമാൻഡിൽ പോയി, തുടർന്ന് പിന്നീട് ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എന്തായാലും ഇപ്പോൾ മറ്റൊരു വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെ വരും. എന്തായാലും ഈ നടിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഈ വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല പോലീസ് പറയുന്നത് ഈ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ വളരെ വിസിബിൾ ആയിട്ടുള്ള, വളരെ പ്രകടമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ്. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പരിശോധിച്ചാണ് നടപടി എന്നാണ് വ്യക്തമാക്കുന്നത്. അത് കോളേജ് കുട്ടികളെ മനഃപൂർവ്വം ഇറക്കി അവിടെ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞാൽ അതിലും നെഗറ്റീവ് കണ്ടുപിടിച്ച ആളുകളുണ്ട്. കോളേജ് കുട്ടികളാണെങ്കിലും ഒരു മനുഷ്യരല്ലാന്നുണ്ടോ? 100% ജെന്യുവിൻ ആണെന്നുള്ളത് എനിക്കും ഈ കണ്ടു നിന്ന ആളുകൾക്കും ഇത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കും എല്ലാം അറിയാം. എന്നെ പറ്റിയാണ് പറയുന്നത്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തും, നിങ്ങൾ വരുമ്പോൾ ഞങ്ങള് ചീമുട്ട എറിയും. എന്തിന്റെ പേരിലാണ് ചീമുട്ട എറിയുന്നത്? എനിക്ക് പോലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ എന്തൊക്കെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് അതെനിക്ക് ഏറ്റവും അതിശയമുള്ളൊരു കാര്യമാണ്. സ്ത്രീകളാണ് ആദ്യം പറയുന്നത്. വീണ്ടും ആ വിവാദങ്ങൾക്കൊക്കെ ശേഷം അതെ, സ്കൂൾ കുട്ടികളല്ല, കോളേജ് കുട്ടികളാണ്. അതിന്റെ അവിടെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് കോളേജിൽ പോകാതെ ക്ലാസ് കട്ട് ചെയ്തിട്ട് വന്നു നിന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് അല്ലെങ്കിലും നമ്മൾ ഈ പലപ്പോഴും ഈ സോഷ്യൽ അറ്റാക്കിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാവുമ്പോഴും എപ്പോഴും ഞാൻ പറയാറുണ്ട്, ആളുകൾ ചോദിക്കുമ്പോൾ, നമുക്കൊരിക്കലും നമ്മൾ ഈ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പം പബ്ലിക്കുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അവിടെ ഈ ഇതുമായി യാതൊരു രീതിയിലും നമുക്കൊരു കണക്ഷൻ തോന്നില്ല. അതൊരു വേറൊരു ലോകം തന്നെയാണ്. അപ്പൊ അത് സാധാരണ മനുഷ്യരാണ് അവിടെ വരുന്നത്. അതായത് റിയൽ വേൾഡ് എന്ന് പറയുന്നത് ശരിക്കും അവിടെയുള്ള മനുഷ്യർ തന്നെയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത് പോലല്ല. അവരെപ്പോഴും ഏറ്റവും സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നത്. ഏറ്റവും സ്നേഹവും അവരുടെ ഏറ്റവും വില പിടിച്ച സമയം നമുക്ക് സ്പെൻഡ് ചെയ്തിട്ടാണ്. ഒരു വെയിലത്തൊക്കെ ആയിരിക്കും അങ്ങനെ വന്ന് നിൽക്കുക. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. അത്രയും ഒരു സ്നേഹം എപ്പോഴും കാണിക്കാറുണ്ട്. പലപ്പോഴും ആളുകൾ പറയും അവിടെ നിൽക്കുന്ന ആണുങ്ങൾ മാത്രമേ വരുള്ളൂ എന്നൊക്കെ. അവിടെ എന്റെ ഏതൊരു വീഡിയോ നോക്കിയാലും അറിയാം, പ്രായമായ അമ്മമാര് തൊട്ട് കൊച്ചുകുട്ടികൾ തൊട്ട് എല്ലാ ആളുകളും വരാറുണ്ട്. എല്ലാവരും ഒരേപോലെ സ്നേഹം നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. അത് ഇപ്പൊ ഇത്രയും വിവാദത്തിന്റെ ഇടയിൽ നിന്നപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു വലിയ ഒരു ക്യാമ്പയിൻ പോലെ ഒരു കുറച്ച് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ചീമൊട്ട എറിയും, അതാണ് ഇതാണ്, ആരും വരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്തിരുന്നു. വലിയ സംഭവമൊന്നും അല്ല ഇത്. നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ ഇങ്ങനെ വന്ന് എഴുതുമായിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഇനോഗ്രേഷന് പോകുമ്പോൾ എനിക്കറിയാം നമ്മളതിന്റെ ഒരു നേരായ ഒരു ചിത്രം തന്നെയാണ് കാണുന്നത്. അത്രയും സ്നേഹമാണ് അവര് നമ്മളവിടെ ചെല്ലുമ്പം കാണിക്കുന്നത്. അതും ഇതും ഈ വെർച്വൽ മീഡിയ, വെർച്വൽ വേൾഡും തമ്മിൽ എന്താ പറയാ, യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് നമുക്ക് അങ്ങനെയുള്ള ചടങ്ങുകളിൽ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. കൺസേൺ ഒരു ചെറിയൊരു സാധനം നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. പക്ഷെ നമുക്ക് ഇതുവരെയും എന്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ കമന്റിൽ എഴുതുന്ന ആളുകളൊന്നും നമ്മൾ റിയൽ ലൈഫിൽ കാണില്ല എന്നുള്ളതാണ്. ഈ കമന്റ് എഴുതുന്ന ആളുകൾ അതിനുള്ളിൽ മാത്രം ഇരുന്ന് അവിടെ അതിനുള്ളിൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മൾ റിയൽ ലൈഫിലോ റിയൽ വേൾഡിലോ ഇറങ്ങി നടക്കുമ്പം തീർത്തും വ്യത്യസ്ത രീതിയിലാണ് ആളുകൾ പറയുന്നത്. ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകൾ ഓടി വന്നിട്ട് കൈ തരും.
നന്നായിരുന്നു കേട്ടോ, നല്ല ബോൾഡായിട്ടുള്ള തീരുമാനമാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ. സാധാരണ ചേച്ചിമാരും ചേട്ടന്മാരും ചില ചേട്ടന്മാരൊക്കെ എനിക്ക് 2 പെൺമക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക അവര്. നമ്മള് വെറുതെ ഇങ്ങനെ പുറത്തോടെയൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ അതൊക്കെ ഒരു നമ്മള് ഈ സോഷ്യൽ മീഡിയ അല്ല അതിന്റെ റിയാലിറ്റി എന്നുള്ളതിന്റെ ഒന്നും കൂടി നമുക്കൊരു ഉറപ്പ് തരുന്ന ഒരു കാര്യമാണ്. പിന്നെ നെഗറ്റീവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. കോളേജ് കുട്ടികളാണെങ്കിലും ഒരു മനുഷ്യരല്ലാന്നുണ്ടോ? ഉദ്ഘാടനം കാണാൻ വരുന്നത് മനുഷ്യരല്ലേ? അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും, വലിയ ആളുകളുണ്ടാവും, മുതിർന്നവരുണ്ടാവും, നല്ല പ്രായമായിട്ടുള്ള ആളുകളുണ്ടാവും. കോളേജ് കുട്ടികളോ സ്കൂൾ കുട്ടികളായാലും അവരും മനുഷ്യർ തന്നെയല്ലേ, അല്ലാന്നില്ലല്ലോ. അതുപോലെ അതിലൊരു പോസിറ്റീവ്, അതിന്റെ ഇടയിൽ കണ്ട ചില പോസിറ്റീവ് കമന്റുകളാണ്. കാരണം ഹണി ഒരിക്കലും പേടിച്ച് പിന്മാറിയില്ലല്ലോ. ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്തും ഇതിന്റെ ഒരു റീസൺ എന്താണെന്നറിയാമോ? ഞാൻ കൊടുത്ത പരാതി, ഞാൻ മുന്നോട്ട് വെച്ച കാര്യവും ഭയങ്കര ജെന്യുവിനാണ്. 100% ജെന്യുവിൻ ആണെന്നുള്ളത് എനിക്കും ഈ കണ്ടു നിന്ന ആളുകൾക്കും ഇത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കും എല്ലാം അറിയാം. ഇതെല്ലാം പുറത്ത് കിടക്കുന്ന വിഷയങ്ങളാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യം പോലും അല്ല അത്. ഒരു വാക്ക് പോലും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അതിന്. പക്ഷെ എന്നിട്ടും ഈ പരാതിപ്പെട്ട ആൾക്ക് നേരെയാണ് അറ്റാക്ക് വരുന്നത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. എന്റെ അടുത്ത് എന്നെ പറ്റിയാണ് പറയുന്നത്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തും, നിങ്ങൾ വരുമ്പോ ഞങ്ങള് എന്താ പറയാ ആരും വരില്ല, അല്ലെങ്കിൽ ചീമുട്ട എറിയും. എന്തിന്റെ പേരിലാണ് ചീമുട്ട എറിയുന്നത്? ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മള് ഒരു പരാതിക്കാരിയായി മാറിയപ്പോഴാണ് നമ്മൾ ഞാൻ വിചാരിക്കണം, എനിക്ക് ഇത്രയും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുമ്പോൾ നമ്മുടെ നാട്ടില് സാധാരണ പെൺപിള്ളേരുണ്ടല്ലോ, ചിലപ്പോൾ അവർക്ക് ഫാമിലിയിൽ നിന്ന് പോലും വലിയ സപ്പോർട്ട് കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യേണ്ടി വന്നാൽ, എന്തെങ്കിലും ഒരു അറ്റാക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ, അപ്പൊ അവരെങ്ങനെ അവർ ഒരിക്കലും നമ്മൾ പലപ്പോഴും പറയും, നിങ്ങൾ ആ സമയം എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അങ്ങനെ കാണിച്ചില്ല, ഇങ്ങനെ കാണിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരണം. എനിക്ക് പോലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ എന്തൊക്കെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ആളുകൾ മുമ്പോട്ട് വരിക? പരാതിക്കാരി എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയൊക്കെ, അവരുടെ യോഗ്യത എന്താണെന്നാണ് ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ യോഗ്യത എന്താണ്? ശരി, നിങ്ങൾ മാന്യമായിട്ടാണോ വസ്ത്രം ധരിച്ചിരുന്നത്? അപ്പൊ എന്റെ പ്രശ്നം, ഞാൻ മാന്യമായിട്ടല്ല വസ്ത്രം ധരിച്ചതെന്ന് പറഞ്ഞിട്ടാണ് എനിക്കുള്ള അറ്റാക്ക് ഉണ്ടായത്. പിന്നെ ചിലർ പറയുന്നു, നിങ്ങൾ കറക്റ്റ് സമയത്ത് പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ, ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണോ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന പരാതി എന്താന്ന് പോലും മനസ്സിലാക്കാതെ 4 മാസം മുമ്പ് നടന്ന ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് പിന്നെ എന്തിനാ ഇപ്പം കൊടുക്കുന്നതെന്നാ ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരാതി കൊടുത്തതിന്റെ തലേദിവസം വരെയും ഞാൻ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഇട്ടേക്കുന്നത്. പിന്തുടർന്ന് എന്നുള്ള ഒരു വാക്കും കൂടി ഉണ്ട് അവിടെ. ഒന്നും മനസ്സിലാക്കാതെ നമ്മളൊരു പരാതിക്കാരി എത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കുറച്ച് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രം കേട്ടോ, നോട്ട് ഇൻ റിയൽ ലൈഫ്. വീണ്ടും പറയാണ്, ഒരിക്കലും റിയൽ ലൈഫിൽ ഒരു വ്യക്തി പോലും അയ്യോ അത് ഒന്നും കൂടെ നിങ്ങൾ ആലോചിക്കണമായിരുന്നല്ലോ, അങ്ങനെ ഒരാൾ പോലും നമ്മുടെ സംസാരിച്ചിട്ടില്ല. എത്രയോ ആളുകളെ നമ്മളിങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കാണുകയാണ്, എന്തൊരു സ്നേഹമാണെന്ന് ചോദിച്ചാൽ അത്രയും സ്നേഹമാണ് അവർ കാണിക്കുന്നത്. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് ആ ഒരു കാര്യത്തിൽ. ഏറ്റവും അതിശയം അതാണ് എനിക്ക് ഏറ്റവും അതിശയം. കാരണം ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം തന്നെ ബാക്കി പല സ്ത്രീകളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ല, ഈ വ്യക്തിയിൽ നിന്ന് പോലും എന്റെ കൊളീഗ്സ് ഒക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒരാൾ പരാതിയുമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് അതാ പറഞ്ഞ ആ ഒരു ജഡ്ജ്മെന്റ് ഭീകരമാണ്. ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ആ പരാതിക്കാരനോട് പറയുന്നില്ല നിങ്ങളത് ചെയ്തത് മോശമായി, നിങ്ങളത് ചെയ്യരുതായിരുന്നു, അതും ഭയങ്കര മോശമായി എന്ന് അവർ പറയുന്നില്ല. പരാതി കൊടുത്തു എന്ന് അറിയുമ്പോഴേ എന്തുകൊണ്ട് നേരത്തെ കൊടുത്തില്ല, 1 വർഷം മുമ്പ് നടന്നൊരു കാര്യത്തിൽ ഇപ്പൊ പരാതിപ്പെടാൻ നിൽക്കരുത്, ഇങ്ങനെയൊക്കെയാണ്. അത് സ്ത്രീകളും കൂടിയാ പറയുന്നത്. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി ആ ഒരു കാര്യം. നമ്മൾ പരാതി കൊടുക്കുന്നത് ചിലപ്പോൾ എല്ലാ ആളുകളും ഒരേപോലെ പ്രതികരിക്കണം എന്നില്ലല്ലോ. ഈ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിക്കുന്ന, നമ്മൾ സ്വിച്ച് ഇടുന്നത് പോലെ പ്രതികരിക്കാൻ പറ്റുന്ന സിസ്റ്റം ആയിരിക്കില്ല നമ്മുടെ തലയും നമ്മുടെ ബ്രെയിനും. അങ്ങനെ മാനസികാവസ്ഥ ഒന്നും അങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷെ നമ്മള് വ്യക്തമായിട്ട് അതാണ് ഒരു കേസ് കൊടുക്കുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ യാതൊരു താല്പര്യവുമില്ലാതെ എങ്ങനെയെങ്കിലും അവരെ പിന്തിരിപ്പിക്കാനും അവരെ ഉപദ്രവിക്കാനും നോക്കുന്ന സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും അതെനിക്ക് ഏറ്റവും അതിശയമുള്ളൊരു കാര്യമാണ്. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും ബോച്ചയ്ക്കെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഹണി റോസ്. പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു എന്നാണ് പുതിയ പരാതി. അതിനെതിരെ പുതിയ വകുപ്പുകളും ചുമത്തി പോലീസും പിന്നാലെ തന്നെയുണ്ട്.
ഓൾറെഡി ബോച്ചയ്ക്കെതിരെ ഹണിറോസ് പരാതി നൽകിയിരുന്നല്ലോ. ഇപ്പോൾ ഹണിറോസ് നൽകിയ ഒരു രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ കേസുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിപ്പോ എറണാകുളം സെൻട്രൽ പോലീസ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ബോച്ചയ്ക്ക് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയും 2 ആൾ ജാമ്യം നിന്നിട്ടാണ് ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചത്. ഹണിക്കെതിരെ ബോച്ച നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗമാണെന്നും പ്രഥമ ദൃഷ്ട്യാൽ അത് കുറ്റകരമാണെന്നും ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയിരുന്നു. ബോച്ചയെ സഹായിച്ചു എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് 2 പേർക്കെതിരെ സസ്പെൻഷൻ വന്നിരിക്കുകയാണ്. അതെന്താണെന്നൊന്ന് കേട്ടു നോക്കാം. ബോബി ചെമ്മണ്ണൂരിന് VIP പരിഗണന നൽകിയ സംഭവത്തിൽ മധ്യമേഖല ജയിൽ DIGക്കും സൂപ്രണ്ടിനും സസ്പെൻഷൻ. ജയിൽ ആസ്ഥാന DIGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. അനന്തലക്ഷം വിവരങ്ങളുമായി അനന്തൻ, ആദ്യമേ വലിയ വിവാദമായ വിഷയമാണ്. മാതൃഭൂമി ന്യൂസ് വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇപ്പോൾ എങ്ങനെയാണ് നടപടി? ദിവിഷ്, ചലച്ചിത്ര താരത്തിനോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ കേസിലാണ് ബോബി ചെമ്മണ്ണൂർ എറണാകുളം ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ടത്. ഈ റിമാൻഡ് കാലയളവിനിടയിൽ മധ്യമേഖല ജയിൽ DIGയുടെ അറിവോടെ VIP സന്ദർശനം ബോബി ചെമ്മണ്ണൂരിന് അനുവദിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. അതുകൂടാതെ ജയിലിൽ ബോബി ചെമ്മണ്ണൂരിന് VIP പരിഗണന ലഭിച്ചു എന്നുള്ള ആരോപണവും ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. മധ്യമേഖല ജയിൽ DIG അജയകുമാറിനെയും എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമിനെയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ജയിൽ ആസ്ഥാന DIG വിനോദ് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. വിനോദ് കുമാർ നടത്തിയ അന്വേഷണത്തിൽ ജയിൽ DIGക്കും ജില്ലാ ജയിൽ സൂപ്രണ്ടിനും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ സന്ദർശിക്കാനെത്തിയ 2 പേരുടെ വിവരങ്ങൾ ജയിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിന് VIP പരിഗണന, പ്രത്യേക സൗകര്യങ്ങൾ ജയിലിൽ ഒരുക്കി നൽകി എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. CCTV ദൃശ്യങ്ങളും ജീവനക്കാരുടെ സാക്ഷിമൊഴികളും അടിസ്ഥാനപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ടിൽ ജയിൽ DIGക്കും ജയിൽ സൂപ്രണ്ടിനുമെതിരെ കർശനമായ നടപടി വേണമെന്ന ശുപാർശയും ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ദിവിഷൻ, ജയിലിൽ നിയമവിരുദ്ധമായി ബോച്ചയ്ക്ക് സഹായം ചെയ്തു എന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിൽ DIGക്കും സൂപ്രണ്ടിനുമാണ് ഇപ്പൊ ഈ സസ്പെൻഷൻ ഓർഡർ വന്നിരിക്കുന്നത്. നടി ഹണിറോസ് നൽകിയ ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ബോച്ചയെ കാണാൻ DIG അജയകുമാർ വരികയും കൂടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു, ബോച്ചയുടെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഒരുമിച്ച് സംസാരിക്കാൻ 2 മണിക്കൂറിലധികം സംസാരിക്കാൻ അനുവദിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇപ്പൊ ഈ സസ്പെൻഷൻ ഓർഡർ. അതുകൂടാതെ ജയിലിനുള്ളിൽ ബോച്ചയ്ക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുമതി നൽകി എന്നൊക്കെയാണ് ഇവർക്കെതിരെയുള്ള പരാതികൾ. ജയിലിൽ കഴിയുന്നവരെ കാണാൻ ചെല്ലുമ്പോൾ ജയിലിൽ ഒരു നിയമം ഉണ്ടല്ലോ, നമ്മൾ എഴുതി വെച്ചിട്ടൊക്കെ വേണം, രജിസ്റ്റർ ചെയ്തിട്ട് വേണം അകത്ത് കയറി കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ബോച്ചയെ കാണാൻ വന്നവരൊന്നും അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഹണി പുതിയ കേസുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹണിറോസ് ഒരു ഉദ്ഘാടനത്തിന് പോയിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ ഹണിറോസിനെ കാണാൻ അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പകരം കുറെ സ്കൂൾ കുട്ടികളെ ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പരാതികളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയുള്ളൊരു വീണ്ടും ഒരു തിരിച്ചടിയായിട്ട് കൊടുക്കുവാണോ എന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും ബോച്ചയ്ക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹണിറോസ്. എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം.